ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് പോകുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ലൈക്കും കൂടെ ചെയ്തിട്ട് പോയിക്കൂടെ. അങ്ങനെയൊക്കെയല്ലേ എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റു ട്ടാ. അപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ദോശയ്ക്ക് ഉണ്ടാക്കിയിട്ട് ഏട്ടൻ പണിക്ക് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ പണികളൊക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടാ. അപ്പോൾ അതാ മക്കൾ കളിക്കാൻ വന്നിട്ടുണ്ട് രാവിലെ തന്നെ. അടുത്ത വീട്ടിലെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര കളിയിലാണ്. സ്റ്റാച്ചു കളിക്കേ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ചെറിയ ആൾ ഈ കളിയിലൊന്നും പെടില്ല. അവന് ഇങ്ങനത്തെ കളിയൊന്നും പറ്റില്ല. അവന് ഈ മീൻ പിടിക്കുക, സൈക്കിൾ ഔട്ടുക, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്നത് തന്നെ ഒരു ചാലാണ് കേട്ടോ. അപ്പോൾ ഈ മഴ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൽ നല്ല മീനൊക്കെ വരും. വലിയ മീനൊക്കെ ഉണ്ടാവും. അതായത് ഈ കണ്ണനും പിന്നെ പൊരിക്ക് അങ്ങനത്തെ മീനൊക്കെ അതിൽ നല്ലോണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ മൂപ്പർ അവിടെ ചൂണ്ടലിടുന്നുണ്ട്. ഇവരിവിടെ ഭയങ്കര കളിയിലാണ് നാലാളും. രണ്ടാൾക്കാരും കൂടെ ഉണ്ട്. അവർ സൈക്കിളായിട്ട് പോയിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു അന്തരീക്ഷം. വലിയ സുഖമൊന്നുമില്ല, വെയിലും ഇല്ല, മഴയില്ല, അങ്ങനെ ഒരു മൂടി കെട്ടിയ കാലാവസ്ഥ. അപ്പം നമുക്ക് എന്താ തോന്നുക, ഒരു ക്ഷീണം, ഒന്ന് കിടന്നാൽ മതി, ഉറങ്ങിയാൽ മതി എന്നുള്ള ഒരവസ്ഥയാവും നമുക്ക്. അപ്പം ഞാനിനി ഉറങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇവരുടെ കൂടെ ഉമ്മറത്ത് ഇങ്ങനെ വന്നിരുന്നിട്ട് ഇവരുടെ കളിയൊക്കെ ഇങ്ങനെ കാണുകയാണ്. അപ്പം ചെറിയ ആൾ അതാ ചൂണ്ടലിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്തൊക്കെയോ ചെറിയ മീനൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ അവൻ്റെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ അവൻ എന്തായാലും ചെളിയിലേക്ക് ഇറങ്ങും. അപ്പം ഞാൻ അവൻ്റെ കൂടെ തന്നെ നിൽക്കുക. അപ്പം ഞാൻ നിൽക്കണ കാരണം ആൾക്ക് ആ മീൻ പിടുത്താണ്ട് സുഖമാവണില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് തലേദിവസത്തെ മീൻ കറിയാണ് ഉള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു മുട്ടത്തോരൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്ന് മുട്ടത്തോരൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. വലിയ പണിയൊന്നും ഇല്ല. തക്കാളി സവാളൊക്കെ വഴറ്റി അതിൽ കുറച്ച് പൊടികളൊക്കെ ഇട്ടാൽ മുട്ടയും കൊണ്ട് പൊട്ടിച്ചൊഴിക്കുക, ചിക്കി എടുക്കുക, അതന്നെ മുട്ടത്തോരൻ. അപ്പോൾ ഇവർക്ക് ഈ പുഴുങ്ങിയതിനേക്കാളും ഓംപ്ലേറ്റിനേക്കാളൊക്കെ ഇഷ്ടം ഇങ്ങനെ ആക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ പിന്നെ അവർ ഭക്ഷണം കഴിച്ചോളും. അങ്ങനെ മീൻകറി ഒന്നും ഇഷ്ടമില്ലാന്നേ. ഇഷ്ടം പോലെ മീൻ കിട്ടുന്ന വീടാണ് ഞങ്ങൾക്ക്. പക്ഷെ മീൻകറി ഒന്നും ഇഷ്ടമില്ല. കുട്ടികൾക്ക് ഒന്നും കഴിക്കില്ല. ഒക്കെ കണ്ടാലും മതിയൊക്കെ എല്ലുർണികളാണ്. ഒരെണ്ണം അവരുടെ ആ പ്രായത്തിൻ്റെ എന്താ പറയുക, വെയിറ്റും ഇല്ല ഹൈറ്റും ഇല്ലാത്ത കുട്ടികളാണ്. ഭക്ഷണം കഴിക്കില്ലേ, നല്ല കുറവാണ്. അപ്പം ഇങ്ങനെ അവർ പറയുന്നത് ഉണ്ടാക്കി കൊടുത്താലെങ്കിൽ രണ്ട് വയറ്റ് കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ ഞാനിങ്ങനെ മുട്ടത്തോരൻ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ വഞ്ചി ഇറങ്ങണ ദിവസമാണ് കേട്ടോ. 2 വഞ്ചിയുണ്ട് ഞങ്ങൾക്ക്. രണ്ടും പറക്കും കുതിര തന്നെയാണ്. പക്ഷെ ഒന്ന് ലെജൻഡും ഒന്ന് പുതിയതുമാണ് കേട്ടോ. ലെജൻഡിന് 48 വർഷം പഴക്കമുണ്ട്. അപ്പോൾ ആ 2 വഞ്ചിയും ഇന്ന് ഇറക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അതൊന്ന് കാണാൻ പോവാനുണ്ട്. അപ്പോൾ വേഗം പണികളൊക്കെ ഒതുക്കിയിട്ട് ഒരു 4 മണിയാകുമ്പോൾ ഞങ്ങൾ വഞ്ചി കാണാൻ പോകണം. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ പുതിയ പറക്കും കുതിര. അതിൻ്റെ അപ്പുറത്തുള്ളതാണ് ഞങ്ങളുടെ പഴയ പറക്കും കുതിര. അല്ലല്ലേക്ക് തെറ്റിട്ടോ. അപ്പുറത്തുള്ളത് പുതിയത്, ഇപ്പുറത്തുള്ളത് പഴയത്. പക്ഷെ പഴയതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അപമാനിക്കാൻ പറ്റില്ല കേട്ടോ. ഞങ്ങളുടെ പുതിയ വഞ്ചിനേക്കാളും സൂപ്പറാണ് ഞങ്ങളുടെ ലെജൻഡ്. ഇപ്പം പണിയൊക്കെ കഴിഞ്ഞ് ഇറക്കിയതാ. പോണ പോക്ക് കണ്ടില്ലേ, പടക്കുതിര പോണ പോലെയാണ് പോണത്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.